ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളി കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷും നികേഷും ഹരീഷും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് വരികയാണ് നിധി. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി സുഭാഷ് ഏട്ടന് മാട്രിമോണിയലിൽ നിന്നും റിക്വസ്റ്റ് വല്ലതും വന്നായിരുന്നു? നിധി പറയുന്നു, ഞാനും ആ കാര്യം പറയാനാ വന്നത്. ഞാൻ ഒരുപാട് പേർക്ക് റിക്വസ്റ്റ് അയച്ചിരുന്നു, പക്ഷെ അവരാരും വലിയതായി റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പം നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ആരാ നിധി? പെണ്ണ് ഏത് നാട്ടുകാരിയാ? നിധി പറയുന്നു, പെൺകുട്ടി തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാ. ഏതോ ജ്വല്ലറിയിൽ സെയിൽസ് സെക്ഷനിൽ ജോലി ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇനി വേണം ചോദിക്കാൻ. നികേഷ് പറയുന്നു, ഏട്ടത്തി നമ്മൾ തേടി പോകുന്ന പെണ്ണിനെക്കാട്ടിലും നമ്മളെ തേടി വരുന്ന പെൺകുട്ടിക്ക് വേണം മുൻഗണന കൊടുക്കാൻ. അടുക്കളയിൽ നിൽക്കുന്ന സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പതിയെ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഇപ്പോഴും സുനന്ദയുടെ കാര്യത്തിൽ വിഷമമുണ്ട്. ഇപ്പൊ ഉടനെ മറ്റൊരു പെൺകുട്ടിയെ നോക്കുന്നത് ശരിയാകുമോ? നികേഷ് ചോദിക്കുന്നു, നമ്മൾ പെണ്ണ് നോക്കുന്നതല്ലേ ഉള്ളൂ, കല്യാണം ഒന്നും ഫിക്സ് ചെയ്തില്ലല്ലോ. ഒരുപാട് പെൺകുട്ടികളെ നോക്കിയാലേ ഏതെങ്കിലും ഒരെണ്ണം സുഭാഷ് ഏട്ടന് സെറ്റാകും. ഹരീഷ് പറയുന്നു, സുനന്ദയുടെ കാര്യം വിട്ടേക്ക്, എത്രയും വേഗം സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തണം. സുനന്ദയുടെ വീട്ടുകാർ സുഭാഷ് ഏട്ടനെ പറ്റി എന്തൊക്കെയാ പറയുന്നത്? അതിനെല്ലാം ഉള്ള മറുപടി സുഭാഷ് ഏട്ടന്റെ കല്യാണമാണ്. പറ്റുമെങ്കിൽ സുനന്ദയുടെ കല്യാണ ദിവസം തന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണവും നമുക്ക് നടത്തണം. പിന്നീട് ഒരിക്കലും സുഭാഷ് ഏട്ടൻ സുനന്ദയെ കുറിച്ച് ഓർക്കരുത്. ഇത്രയൊക്കെ വേണോ ഹരീഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്. ഹരീഷ് പറയുന്നു, വേണം. എത്ര നാളാ നമ്മളിങ്ങനെ ഒതുങ്ങി ജീവിക്കുന്നത്? നിധി പറയുന്നു, ഒരു മിനിറ്റ്, ഇതാ ആ പെൺകുട്ടിയുടെ ഫോട്ടോ. അങ്ങനെ നിധി ഫോണിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അവരെ കാണിക്കുകയാണ്. ഈ സമയം പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സുഭാഷ് ഓർക്കുകയാണ് സുനന്ദ അടുക്കളയിലേക്ക് വരുന്നതും സുഭാഷിന്റെ പാചകത്തെ പുകഴ്ത്തുന്നതും കറികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ. തുടർന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നികേഷ് പറയുകയാണ്, ഏട്ടത്തി എന്താ ഈ സമയത്ത് അലാം വെച്ചിരിക്കുന്നത്? നിധി പറയുന്നു, ഞാൻ നിങ്ങളുടെ അച്ഛന് മരുന്ന് കൊടുക്കാൻ വേണ്ടി അലാം വെച്ചതാ. ഞാൻ മരുന്ന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി ടാബ്ലറ്റും വെള്ളവും എല്ലാം എടുത്ത് ഭാസ്കരന്റെ അരികിലേക്ക് പോവുകയാണ്. തുടർന്ന് ഭാസ്കരന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഈ ഗുളിക കഴിക്കുക. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഗുളികയോ? ഇതൊന്നും ശരിയാകില്ല, ഞാൻ നല്ല സ്ട്രോങ് ആ, എനിക്ക് ഗുളികയൊന്നും വേണ്ട. നിധി ചോദിക്കുന്നു, കത്തി കൊണ്ടപ്പോൾ എല്ലാവരെയും പോലെ ബ്ലഡ് വന്നായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാവരെയും പോലെ ഗുളിക കഴിച്ചേ പറ്റൂ. നീ എന്താ പേടിപ്പിക്കുകയാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, മര്യാദയ്ക്ക് ഗുളിക കഴിക്ക്. ഭാസ്കരൻ പറയുന്നു, ഞാൻ ഇങ്ങനൊന്നും ശീലിച്ചിട്ടില്ല. ഗുളിക കഴിക്കെന്ന് പറഞ്ഞ് നിധി ഗുളികയും വെള്ളവും എടുത്തു കൊടുക്കുകയാണ്. ഭാസ്കരൻ അത് കഴിക്കുന്നു. വാതിലിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധി പറയുന്നു, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. റെസ്റ്റ് എടുക്കാവുന്ന ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുകയാണ്. തുടർന്ന് നിധി ആലോചിച്ചുകൊണ്ട് റൂമിൽ ഇരിക്കുമ്പോൾ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സാന്ദ്ര. ഫോൺ അറ്റൻഡ് ചെയ്ത നിധിയോട് സാന്ദ്ര ചോദിക്കുന്നു, നിധി ഇന്ന് കോളേജിൽ വെച്ച് വലിയ പ്രശ്നം ഉണ്ടായോ? നിധി പറയുന്നു, ആ. ഏട്ടത്തി അറിഞ്ഞോ? സാന്ദ്ര ചോദിക്കുന്നു, എങ്ങനെയാ നിധി നീ കോളേജിൽ വന്നതറിഞ്ഞ് നിന്റെ ഏട്ടൻ കോളേജിൽ വന്നത്? എനിക്കറിയില്ല എന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നീ കോളേജിലേക്ക് വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. നിധി പറയുന്നു, എനിക്കറിയാമല്ലോ, ഏട്ടത്തിക്ക് എപ്പോഴും കോള് ചെയ്യാൻ പറ്റില്ല എന്ന്. വീട്ടിൽ ആരും ഇല്ലെങ്കിലല്ലേ എന്നോട് സംസാരിക്കാൻ പറ്റൂ. ആരെങ്കിലും വീട്ടിലുള്ള സമയത്ത് ഞാൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കത്തേ ഇല്ല. ഏട്ടത്തിയുടെ ഭർത്താവ് തക്കല വിലക്ക് വാങ്ങിയോ? ഞാൻ കാല് വെച്ചാലേ അന്വേഷിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ചത് ആ പഠിപ്പ് മാത്രം നിനക്ക് വേണോന്ന് ചോദിച്ചായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു കുട്ടിയെ ജനിപ്പിച്ചാൽ വളർത്തണം, പഠിപ്പിക്കണം. ഈ ചോദ്യങ്ങളൊക്കെ അച്ഛൻ ചോദിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഏട്ടത്തിയുടെ ഹസ്ബൻഡിന്റെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എന്ത് അവകാശമാ ഉള്ളത്? ഞാൻ ഏട്ടനെ അപമാനിച്ചു എന്ന്, നാണം കെടുത്തിയെന്ന്. നിങ്ങളുടെ ഹസ്ബൻഡാ കോളേജിൽ വെച്ച് മോശമായി സംസാരിച്ചത്, എന്നെ അടിച്ചു. ഒരു പെണ്ണിനെ അടിക്കാൻ ഒരു അപമാനവും നാണക്കേടും തോന്നിയില്ലേ? ഞാൻ തക്കലയ്ക്ക് വന്നതാ അപമാനമായി പോയത്. സാന്ദ്ര പറയുന്നു, സോറി നിധി, ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ ചേട്ടനല്ലേ ഇതെല്ലാം ചെയ്തത്. നിധി പറയുന്നു, ഏട്ടത്തി അയാൾ എന്റെ ചേട്ടനാണെന്ന് ഇനി പറഞ്ഞു പോകരുത്, അതെനിക്ക് കേൾക്കുന്നതേ ഇഷ്ടമല്ല. സാന്ദ്ര പറയുന്നു, ചേട്ടൻ ചെയ്തത് തെറ്റാണ്, അത് വലിയ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ വരെ ചേട്ടനോട് ദേഷ്യപ്പെട്ടു. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, ഇത് സത്യമാ നിധി, പക്ഷെ നീ ഇങ്ങോട്ട് വന്നതും അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിന് നിന്നെയും വഴക്ക് പറയുന്നത് കേട്ടു. നിധി പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, നിങ്ങളുടെ ഭർത്താവും അമ്മായിയച്ഛനും തക്കല മുഴുവനായി വിലക്ക് വാങ്ങിയിരിക്കുക. ആ നാട്ടിൽ കാല് കുത്തണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. എനിക്ക് നാണക്കേട് തോന്നുന്നു ആ വീട്ടിൽ ജനിച്ചതോർക്കുമ്പോൾ. ഇത്രയും നാളും ഞാൻ എങ്ങനെ ആ വീട്ടിൽ ജീവിച്ചതെന്ന് പോലും എനിക്കിപ്പോ അറിയില്ല. സാന്ദ്ര പറയുന്നു, നിധി ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഇന്ന് നിന്റെ കൂടെ കോളേജിൽ വന്നതാരാ? അയാള് വളരെ മോശമായ പെരുമാറിയെന്ന് കേട്ടു. നിന്റെ ചേട്ടൻ അയാളെ തല്ലിയെന്നും കേട്ടു. നിധി പറയുന്നു, അടിച്ചു, കത്തിയെടുത്ത് കൈ മുറിക്കുകയും ചെയ്തു. സാന്ദ്ര പറയുന്നു, നിധി അയാള് വളരെ മോശമായി പെരുമാറിയത് കൊണ്ടാണ് നിന്റെ ചേട്ടൻ അങ്ങനെ ചെയ്തത്. അപ്പൊ നിധി പറയുകയാണ്, അയാളെന്ന് പറയാതെ ഏട്ടത്തി, അത് സുധീഷിന്റെ അച്ഛനാണ്, എനിക്ക് കൂട്ടിന് വന്നതാ. ഏട്ടത്തിയുടെ ഭർത്താവിനേക്കാളും അമ്മായി അച്ഛനേക്കാളും നന്നായിട്ടാ അച്ഛൻ എന്നോട് പെരുമാറുന്നത്. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്നെ ആ കത്തി കൊണ്ട് കുത്തിയേനെ. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നേനെ.
നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്ന കഥയെല്ലാം കേട്ട് വിശ്വസിച്ച് അവിടെ ഇരുന്നു. ഏട്ടത്തിയോട് ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് നിങ്ങളുടെ ഭർത്താവിനോട്. തുടർന്ന് സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, മാട്രിമോണിയലില് ആ പെണ്ണ് റിക്വസ്റ്റ് തന്നെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഇപ്പൊ അവർ ഫോൺ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. വിളിച്ച് സംസാരിച്ചാലോ? സുധീഷ് ചോദിക്കുന്നു. ഈ രാത്രി വിളിച്ച് എങ്ങനെയാ സംസാരിക്കുക? നിധി പറയുകയാണ്, ശരിയാണല്ലോ, നമ്പർ അയച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഉടനെ വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി. നമുക്ക് നാളെ വിളിച്ച് സംസാരിക്കാം. ആ പെൺകുട്ടിയെ സുഭാഷേട്ടന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, ഈ വീട്ടിലെ പെൺകുട്ടിയായിട്ട് അങ്ങ് മാറിയല്ലേ? നിധി ചോദിക്കുന്നു, അതെന്താ, സുഭാഷേട്ടന് കല്യാണം നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സുധീഷ് പറയുന്നു, അത് വേണം. ഈ പ്രശ്നത്തിന്റെ എല്ലാം ഇടയിൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചതേയില്ല. നിധി വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി? അപ്പൊ നിധി പറയുകയാണ്, പ്രിൻസിപ്പള് ലോങ് ലീവിൽ പോയിരിക്കുക. അത് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് കാണുന്നില്ലാന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ FIR കോപ്പി കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കൊടുത്താലേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂന്ന്. ഓ, ഇത്രയും കാര്യങ്ങളുണ്ടോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വിഷമത്തോടുകൂടി നിധി പറയുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. സുധീഷ് പറയുകയാണ്, എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് കണ്ടുപിടിച്ചില്ലേ? നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്നേ, വിഷമിക്കാതെ. നിധി പറയുന്നു, കോളേജിൽ വെച്ച് ഒരു അക്നോളജ്മെന്റ് ലെറ്റർ തന്നിരുന്നു. ആ അക്നോളജ്മെന്റ് ലെറ്റർ അയാൾ കീറിക്കളഞ്ഞു. അങ്ങനെ നിധി വിഷമത്തോടുകൂടി സംസാരിക്കുമ്പോൾ സുധീഷ് നിധിയെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. തുടർന്ന് രാവിലെ നിധി സുഭാഷിന് റിക്വസ്റ്റ് വന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യം സംസാരിക്കുകയാണ് ഹരീഷിനോടും നികേഷിനോടും സുധീഷിനോടും. ആര് സംസാരിക്കുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ സംസാരിക്കും. നിധി പറയുന്നു, അത് ശരിയാകില്ല, ഇതൊരു സീരിയസ് ആയ കാര്യമാണ്, ചുമ്മാ തള്ളാനുള്ളതല്ല. ഞാൻ നന്നായിട്ട് സംസാരിക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ എന്തു പറയുമെന്ന് ഞാൻ പറയട്ടെ. എന്റെ പേര് സുധീഷ്, എന്റെ ചേട്ടനാണ് സുഭാഷ്. ഞാനൊരു ട്രാവൽസ് കമ്പനി നടത്തുകയാണ്. എന്റെ ചേട്ടൻ ആർക്കിടെക്ട് ആണ്. അനുജൻ ഹരീഷ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഇതല്ലേ? സുധീഷ് പറയുന്നു, നിധിയോട് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി എല്ലാവരോടും അങ്ങനെ പറയുന്നാണോ? പിന്നെ എങ്ങനെ സംസാരിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ വെറുതെ ഫോൺ ചെവിയിലേക്ക് വെച്ചിട്ട് സുധീഷ് പറയുന്നു, എന്റെ പേര് സുധീഷ്, എന്റെ ചേട്ടൻ സുഭാഷിന് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചേട്ടൻ പത്തരമാറ്റ് തങ്കമാണ്, കണ്ട സിനിമാ നടനെ പോലെ ഇരിക്കും. എന്റെ ചേട്ടൻ വേറെ ലെവലാണ്. ഇത് കേട്ട് നിധി പറയുന്നു, വേറെ ലെവല്, തങ്കം, സ്റ്റാർ, ഇങ്ങനാണോ ഒരു പെണ്ണിന്റെ അച്ഛനോട് സംസാരിക്കേണ്ടത്? ഇത് കേട്ട് ഹരീഷും നികേഷും ചിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഹരീഷിന് സംസാരിക്കാൻ പറ്റുമോ? ഞാനോ? ശരിയാകത്തില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്ന നിധി പറയുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഞാൻ സംസാരിക്കണ്ടെന്നും അവൻ സംസാരിക്കാനോ? അപ്പൊ നിധി പറയുകയാണ്, നിങ്ങളെക്കാളും മെച്ചുവേർഡ് ആയിട്ട് ഹരീഷ് സംസാരിക്കും. ഞാൻ സംസാരിച്ചാൽ ശരിയാകുമോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ ആര് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ അച്ഛൻ സംസാരിക്കുന്നതാണ്. നികേഷ് പറയുന്നു, മറ്റൊരു വീടാണെങ്കിൽ അത് ശരിയാണ്, അച്ഛൻ സംസാരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇവിടെ അച്ഛൻ സംസാരിച്ച മൊത്തം പോക്ക. ഇത് കേട്ട് നിധി ആലോചിച്ചു നിൽക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? ഏട്ടത്തി തന്നെ സംസാരിച്ചാ മതി. ഞാനൊന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടി സംസാരിക്കുമ്പോഴായിരിക്കും നല്ലത്. നിധി പറയുന്നു, നമ്പർ വാങ്ങിച്ചപ്പോ ഞാൻ സംസാരിക്കാമെന്നാ വിചാരിച്ച്, പക്ഷെ വീട്ടില് മുതിർന്ന ആൾക്കാരുള്ളപ്പോൾ ഞാൻ സംസാരിച്ചാൽ ശരിയാകില്ല. അതുമല്ല, നീ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? സുധീഷ് പറയുന്നു, മെസ്സേജ് ചെയ്തല്ലേ അവരുടെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങിയത്, അപ്പോ നിധി തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. നികേഷ് പറയുന്നു, ഏട്ടത്തി സംസാരിച്ചാ മതി. ഞങ്ങൾ ആരെക്കാളും നന്നായി മെച്ചൂർഡായി സംസാരിക്കാൻ കഴിയുന്നത് ഏട്ടത്തിക്കാണ്. നിധി പറയുന്നു, ശരി, ആദ്യം ഞാൻ സംസാരിക്കാം. മുതിർന്ന ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛന്റെ കൈ കൊടുക്കാം, ഓക്കെ അല്ലേ? സുധീഷ് പറയുന്നു, അയ്യോ, അത് വേസ്റ്റ് ആകും. നിധി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ, എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ ആദ്യം വിളിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് നിധി ആ നമ്പറിൽ വിളിക്കുകയാണ്. പെണ്ണിന്റെ അച്ഛനുമായി നിധി ഫോണിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ സുഭാഷേട്ടന്റെ അനുജൻ സുധീഷിന്റെ വൈഫാണെന്ന് നിധി പറയുകയാണ്. ഇത് കേട്ട് കണ്ണു തള്ളി പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. നികേഷും ഹരീഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു. നിധി പറയുന്നു, സുഭാഷേട്ടൻ മേസ്തിരിയാണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ബിൽഡിങ്സ് സ്വന്തമായിട്ട് കോൺട്രാക്ട്സ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് 4 ആൺകുട്ടികളാണ്. മൂത്ത ആളാണ് സുഭാഷേട്ടൻ. സുഭാഷേട്ടന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു, അച്ഛനുണ്ട്. സുഭാഷേട്ടന്റെ അനുജൻ സുധീഷ് ട്രാവൽസ് നടത്തുകയാണ്. അടുത്താള് ഹരീഷ് മെക്കാനിക് ഷോപ്പില് ജോലി ചെയ്യുകയാണ്. ഏറ്റവും ഇളയാള് കോളേജിൽ പഠിക്കുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു, ഞാനും എന്റെ ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഇത് രണ്ടാമത്തെ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ആലോചനയാണ്. മാട്രിമോണിയല് പയ്യന്റെ ഫോട്ടോ കൊണ്ടു. പയ്യനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതാ റിക്വസ്റ്റ് അയച്ചത്. നിധി പറയുന്നു, ശരി, ഞങ്ങൾ ഇനി അടുത്തതായി എന്താ ചെയ്യേണ്ടത്? പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, നല്ലൊരു ദിവസം നോക്കി പെണ്ണ് കാണാൻ വരണം. പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെട്ട് 2 വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാൽ വിവാഹം നടത്താം. ചെറുക്കന്റെ അച്ഛനുണ്ടെന്നല്ലേ പറഞ്ഞത്? നിധി പറയുന്നു, അതെ, ഞാൻ നമ്പർ വാങ്ങിയത് കൊണ്ട് ഞാൻ ആദ്യം സംസാരിച്ചെന്നേ ഉള്ളൂ. ഞാൻ സംസാരിച്ചിട്ട്
അച്ഛനോട് സംസാരിക്കാമെന്ന് പറയാമെന്ന് വിചാരിച്ചു. നല്ലൊരു ദിവസം നോക്കി പെണ്ണ് കാണാൻ വരുന്ന കാര്യം അച്ഛൻ വിളിച്ചു പറയും. ശരിയെന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് നിധി പറയുന്നു, ഒരു നല്ല ദിവസം നോക്കി പെണ്ണ് കാണാൻ ചെല്ലാനാണ് അവർ പറയുന്നത്. അടുത്ത പ്രാവശ്യം അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കാം, എങ്കിലേ ശരിയാകൂ. അവിടേക്ക് വന്ന സുഭാഷ് സംശയത്തോടുകൂടി എല്ലാവരെയും നോക്കുകയാണ്. നിങ്ങൾ എന്നെ മാറ്റി നിർത്തിയുള്ള സംസാരമാണല്ലോ. എന്താ നിധി, എന്താ കാര്യം? നിധി പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് ജോലിക്ക് പോകാനായി ഒരുങ്ങുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സുഭാഷ് അവരെ സംശയത്തോടുകൂടി നോക്കുന്നു. നിധി പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോയിട്ട് വാ. ഇത് കേട്ട് തലയാട്ടി സുഭാഷ് അവിടെ വന്നു പോകുമ്പോൾ വീട്ടിലേക്ക് വരികയാണ് ഭാസ്കരൻ. നിധി സുഭാഷിന്റെ വിവാഹ കാര്യത്തെ കുറിച്ച് ഭാസ്കരനോട് സംസാരിക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, പെണ്ണിനെയെല്ലാം കണ്ടുപിടിച്ച് പെണ്ണ് കാണാൻ പോകാൻ സമയമാകുമ്പോഴല്ലേ എന്നോട് പറയുന്നത്. സുധീഷ് പറയുന്നു, ഞങ്ങൾ പറഞ്ഞതല്ലേ ഇത് ശരിയാകില്ല എന്ന്. നിങ്ങളല്ലേ ഈ വീട്ടിലെ കാരണവര്, നിങ്ങളല്ലേ മക്കളുടെ കല്യാണം നടത്തേണ്ടത്. അതിനോട്ട് കഴിവില്ല കുറ്റപ്പെടുത്തുകയും. നിധി പറയുന്നു, മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കാം. ഭാസ്കരൻ പറയുന്നു, ഇവൻ വലിയ ആളാന്നാ ഇവന്റെ വിചാരം. ഭാസ്കരനെ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, അവരോട് മാത്രമല്ല അച്ഛനോടും കൂടിയാ പറഞ്ഞത്, ഞാൻ സംസാരിച്ചു കഴിയുന്നത് വരെ മിണ്ടരുതെന്ന്. ഇത് കേട്ട് ഭാസ്കരൻ തലയാട്ടുമ്പോൾ നിധി പറയുന്നു, മാട്രിമോണിയലിലാണ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടത്. പെണ്ണിന്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചു. ഈ വീട്ടിലുള്ള എല്ലാവരെയും പറ്റിയും പെണ്ണിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. ആ പെൺകുട്ടിയുടെ അച്ഛൻ എപ്പോഴാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന് ചോദിച്ചു. ഭാസ്കരൻ പറയുന്നു, അത് നിനക്ക് തന്നെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു, എന്തിനാ വെറുതെ എന്നോട് ചോദിക്കുന്നത്. നികേഷ് പറയുന്നു, ഏട്ടത്തി ഇത് ശരിയാകില്ല എന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ. നിധി നികേഷെ എന്നൊന്ന് വിളിച്ചിട്ട് ഭാസ്കരനോട് പറയുന്നു, പെണ്ണ് കാണാൻ വരുന്ന സമയം എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഇത് വീട്ടിലെ മുതിർന്ന ആൾക്കാർ സംസാരിക്കുന്നതാണ് നല്ലത്. ഇന്ന് നല്ലൊരു ദിവസമാണ്, ഇന്ന് നമ്മള് ചെല്ലുമെന്ന് അച്ഛൻ പെണ്ണിന്റെ അച്ഛനോട് പറയണം. ഭാസ്കരൻ പറയുന്നു, അതിനെന്താ, ഞാൻ സംസാരിക്കാമല്ലോ. അച്ഛൻ എങ്ങനെ സംസാരിക്കുമെന്ന് നിധി ചോദിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിക്കരുത്, ഞാൻ സംസാരിച്ചോളാമെന്ന് ഭാസ്കരൻ പറയുകയാണ്. സുധീഷ് പറയുന്നു, ഇത് ശരിയാകില്ല, ഇങ്ങനെ സംസാരിച്ചാൽ ഒട്ടും ശരിയാകില്ല. ദേഷ്യത്തോടു കൂടി നിധി പറയുകയാണ്, മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും സംസാരിച്ചാ ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇവിടെ നിറങ്ങി പോകും. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. നിധി ഭാസ്കരനോട് പറയുന്നു, എങ്ങനെ സംസാരിക്കുമെന്ന് ഒന്ന് സംസാരിച്ച് കാണിക്കുമോ? ഭാസ്കരൻ എങ്ങനെ സംസാരിക്കുമെന്ന് കാണിക്കുകയാണ്. പെൺകുട്ടിയുടെ അച്ഛനല്ലേ, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പെണ്ണ് കാണാനായി വരും, നിങ്ങൾ റെഡിയായിട്ടിരിക്കണം. ശരി, ഇങ്ങനാണോ സംസാരിക്കേണ്ടതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്? നിധി പറയുന്നു, ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, മര്യാദയ്ക്ക് സംസാരിക്കണം. ഭാസ്കരൻ ചോദിക്കുകയാണ്, ഞാനിപ്പോ എന്ത് മര്യാദയോടാ പറഞ്ഞത്? വാടാ പോടാന്ന് വല്ലതും വിളിച്ചോ? നിധി പറയുന്നു, ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത്, പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ശരി ഞാൻ പറഞ്ഞു തരാം, അങ്ങനെ തന്നെ സംസാരിക്കണം. നികേഷിനെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിയിട്ട് നിധി പറയുന്നു, നികേഷ് ആണ് ഇപ്പോ പെണ്ണിന്റെ അച്ഛൻ. ഇത് കേട്ട് നികേഷ് ഗമയിലിരിക്കുമ്പോൾ ഭാസ്കരൻ പൊട്ടിച്ചിരിക്കുകയാണ്. നികേഷ് പറയുന്നു, ഇത് ശരിയാകത്തില്ല ഏട്ടത്തി, ഇത് കണ്ടോ ചിരിക്കുന്നത്? അങ്ങനെ നികേഷ് എഴുന്നേറ്റ് മാറി നിൽക്കുമ്പോൾ നിധി പറയുന്നു, നികേഷേ ഇവിടെ വന്നിരിക്ക്, നിങ്ങളെ കൊണ്ടൊക്കെ ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ നീ എന്തൊരു കഷ്ടപ്പാടാ, നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുവോ? പെട്ടെന്ന് ഭാസ്കരൻ ചിരി നിർത്തുകയാണ്. നിധി പറയുന്നു, നികേഷേ ഇവിടെ വന്നിരിക്ക്, ഇതാണ് പെണ്ണിന്റെ അച്ഛൻ, ഞാൻ സുഭാഷിന്റെ അച്ഛൻ. ഭാസ്കരൻ പറയുന്നു, ശരി. ഭാസ്കരന്റെ നേരെ വിരൽ ചൂണ്ടി നിധി പറയുകയാണ്, സംസാരിച്ച് തീരുന്നത് വരെ മിണ്ടാതിരുന്നോണം, ഇടയിൽ കയറി സംസാരിക്കരുത്. വാ പൊത്തി പിടിച്ചുകൊണ്ട് ഭാസ്കരൻ ചോദിച്ചു, ഇങ്ങനെ ഇരുന്നാ മതിയോ? നിധി ഫോൺ ചെവിയിലേക്ക് വെച്ചിട്ട് പറയുന്നു, ഹലോ നമസ്കാരം, കുറച്ചു നേരം മുമ്പേ എന്റെ മരുമകൾ നിധി പെണ്ണ് കാണാൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. നികേഷ് പറയുന്നു, മാട്രിമോണിയലിൽ കണ്ടുപിടിച്ചതല്ലേ? നിധി പറയുന്നു, അതെ അതെ, എന്റെ പേര് ഭാസ്കരൻ. അങ്ങനെ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് ഭാസ്കരന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിധി. ഭാസ്കരൻ വാ പൊത്തിപ്പിടിച്ച് മര്യാദയ്ക്ക് നിധി പറയുന്നതെല്ലാം കേട്ടു പഠിക്കുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ചു നോക്കി നിൽക്കുകയാണ് സുധീഷും ഹരീഷും. തുടർന്ന് നിധി പറയുന്നു, ഇങ്ങനെ വേണം സംസാരിക്കാൻ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഇതെനിക്കറിയത്തില്ലേ, ഇതിനാണോ വലിയൊരു ടീച്ചറെ പോലെ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്? ധൈര്യമായിട്ട് ഫോൺ വിളിച്ചതാ, ഞാൻ സംസാരിക്കാം. നിധി പെണ്ണിന്റെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ച് ഭാസ്കരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിധി പറഞ്ഞു കൊടുത്തതുപോലെയെല്ലാം സംസാരിക്കുകയാണ് ഭാസ്കരൻ. നമസ്കാരം, എന്റെ പേര് ഭാസ്കരൻ, എന്റെ മരുമകൾ നിധി പെണ്ണ് കാണുന്ന കാര്യം നിങ്ങളോട് സംസാരിച്ചായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു എന്ന് പെണ്ണിന്റെ അച്ഛൻ പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഇതുവരെയും ബ്രോക്കർ വഴിയാണ് സുഭാഷ് ആലോചനകൾ നടത്തിയിരുന്നത്. ഇപ്പൊ എന്റെ മക്കളാ പറഞ്ഞത് മാട്രിമോണിയലിൽ നോക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങളുടെ മകളുടെ ഫോട്ടോ എന്റെ മരുമകൾ കണ്ടത്. കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞപ്പോൾ നമുക്ക് പോയി പെണ്ണ് കാണാമെന്ന് ഞാനും പറഞ്ഞു. പെണ്ണിന്റെ അച്ഛൻ പറയുന്നു, നല്ലൊരു ദിവസം നോക്കി വരാനാണല്ലോ ഞാൻ മരുമകളോട് പറഞ്ഞത്. ഭാസ്കരൻ പറയുന്നു, ഇന്നൊരു നല്ല ദിവസമാണ്, വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാനാ വിളിച്ചത്. പെണ്ണിന്റെ അച്ഛൻ പറയുന്നു, അതിനെന്താ, ഇന്ന് തന്നെ വന്നോളൂ. ഭാസ്കരൻ പറയുകയാണ്, സന്തോഷം, നിങ്ങളുടെ വീടിന്റെ അഡ്രസ് എന്റെ മരുമകളുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ മതി. പെണ്ണിന്റെ അച്ഛൻ പറയുന്നു, ഞാൻ അഡ്രസ് അയക്കാം, ലൊക്കേഷനും ഷെയർ ചെയ്യാം. അപ്പൊ ശരി വെക്കട്ടെ എന്ന്
പറഞ്ഞ് ഭാസ്കരൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി കൈ കൊട്ടുകയാണ് നിധി. എല്ലാവരും പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു? നിധി പറയുന്നു, സൂപ്പർ ആയിരുന്നു, നന്നായി സംസാരിച്ചു. ഇനി നമ്മള് പെണ്ണ് കാണാൻ പോവുകയാണ്, എല്ലാവരും പോയി റെഡിയാകും. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ നിധിയും റൂമിലേക്ക് പോവുകയാണ്. ഭാസ്കരൻ പുഞ്ചിരിച്ച് ആലോചിച്ചിരിക്കുന്നു. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.